ഹലോ, ഞാൻ ഇന്നലെ ഇവിടെ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട് സുഭാഷ് നഗർ എന്ന സ്ഥലത്ത്. അവിടെ മീൻ വാങ്ങിക്കാൻ പോയി. പക്ഷെ കടൽ മീൻ ഒന്നും കിട്ടിയില്ല. അവർ പറയുന്നത് ഇനി 2 മാസം കടൽ മീൻ ഒന്നും കിട്ടത്തില്ലെന്നാണ്. അന്നേരം ഞാൻ എന്താ പറയുക, വേറെ നല്ലൊരു മീൻ കണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അവരെന്നെ കട്ട് ചെയ്ത് തന്നെയാണ്. പേരെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല എന്താ മുള്ളില്ലാത്ത മീനും നല്ല നെയ്യുള്ള മീനുമാണ്. ഞാൻ അത് കുറച്ചെടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ വിചാരിച്ച് ഇവിടെ തെലുങ്കാന സ്റ്റൈൽ മീൻ കറി വെക്കാമെന്ന്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഞാൻ ചട്ടിക്കളം അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇച്ചിരി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. ഞാൻ ശകലം കടുകിടിയാന്ന് കടുകിടുന്നേ. കടുകിട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ മീൻ ചേറ് കാണുമല്ലേ, അതുകൊണ്ട് ഞാൻ ഇതാണ്ടേ ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ശകലം പെരിഞ്ചീരകം, ഇത്രയെടുത്ത് കണ്ടോ, ഇത്രയെടുത്ത് അതിലോട്ടങ്ങ് ഇടുക. എന്നുവെച്ചാൽ ആ ചേറിൻ്റെ സ്മെല്ലൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഞാൻ അതിലോട്ടിട്ടേ. പിന്നെ ഉള്ളി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില, ഇത് 3 കൂടി ഞാൻ അങ്ങോട്ട് ഇടിയാന്നേ. ഇത് 3 കൂടെ ഞാൻ ഇളക്കിയ നല്ല ഉള്ളിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും നല്ല ഒന്ന് വാടി കിട്ടണം, നല്ലപോലെ ഒന്ന് വാടി കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ഒരു തക്കാളി ഇടണം. ഞാൻ തക്കാളി കണ്ടിട്ട് വെക്കട്ടെ. തക്കാളി കണ്ടിക്കാം. ഞാൻ നീളത്തിലെ തക്കാളി ഇടുന്നത്, ഒരു തക്കാളി ഇടുന്നേ ഉള്ളേ. ആ മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ വറുക്കാനെടുത്ത് വെച്ച് വാലും തലയും ആ സൈഡ് ഭാഗങ്ങളുള്ളതെല്ലാം സെപ്പറേറ്റാണ് തന്നെ. അത് ഞാൻ വെച്ച് ഇങ്ങനെ തെലുങ്കാന സ്റ്റൈല് ചാപ്പൽ പുൽസ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അതുണ്ടാക്കാൻ വെച്ചിരിക്കുക. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂക്കണം. എളുപ്പം മൂക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പം ഉള്ളി മൂക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. മൂത്ത് വരുന്നുണ്ട്. ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വരുന്നുണ്ട്. ആ മൂത്താല അതിൻ്റെ ടേസ്റ്റ് ഉള്ളു. അല്ലെങ്കിൽ പച്ചയായിട്ട് നമ്മൾ കറി കൂട്ടുമ്പോൾ ഉള്ളി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഉള്ളി നല്ലപോലെ അങ്ങ് മൂത്ത് കിട്ടണം, അങ്ങനെ എനിക്കിഷ്ടമുള്ളു. ഇത് തോനെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ചേറിൻ്റെ സ്മെല്ലങ്ങ് മാറിക്കിട്ടും.
നല്ലതാ. ഇതിവിടെ പറയുന്നത് തെലങ്കാനയിലെ ചാപ്പൽ പുലുസു എന്ന് ഇതിനെ പറയുന്നത്. നോക്കുന്നേ ഉള്ളു. ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തേ. എന്നുവെച്ചാൽ അതിന് ഇച്ചിരി ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് കിട്ടാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്ന ഉള്ളു. പക്ഷെ നല്ലൊരു സാധനമാണ്, നല്ല ടേസ്റ്റ് ഉള്ളയാ. അപ്പം ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അന്നേരം ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ, അതിന് വേണ്ടി ഒരു ശകലം ഇട്ട് കൊടുത്തു. അത് അതിൽ കിടന്ന് മൂക്കട്ടെ. അപ്പോഴത്തേക്ക് മഞ്ഞളിട്ട് കൊടുക്കാം. മഞ്ഞളിട്ട് കൊടുത്തു. മഞ്ഞൾ മൂക്കട്ടെ. മഞ്ഞൾ മൂത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. രാജി സീനിയായിട്ട് മുളക് പൊടി ഇല്ലേ? രാജി സീനിയായിട്ട് മുളക് പൊടി ഞാൻ കാണുന്നില്ല. പൊടി ഇവിടെ കാണുന്ന ഇത് ഇന്നലെ എൻ്റെ കൂട്ടുകാരി ഇച്ചിരി മുളക് പൊടി തന്നെയാണ്. എന്തോ മസാല മുളക് പൊടി അവൾ ചെന്നൈയിൽ നിന്ന് കൊണ്ട് തന്നെയാണ്. അത് ഞാൻ കുറച്ചിടുന്നുണ്ട്. അവൾ പറഞ്ഞ് മീൻ കൂട്ടാനൊക്കെ നല്ലതാന്ന് പറഞ്ഞ്. നല്ല ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ചോദിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാം. അതുമല്ലാതെ വേറെ കുറച്ച് മുളക് പൊടി ഉണ്ട്, ഞാൻ അതും കൂടെ കുറച്ചിടുന്നുണ്ടേ. എന്നുവെച്ചാൽ എനിക്കെന്തോ ഡൗട്ടായതുകൊണ്ട് ഞാനത് ഇടാത്തത് കൂടുതൽ. ഇട്ട് കൊടുത്തു. അത് മൂത്ത് കിട്ടി. മല്ലിപ്പൊടി ഇട്ടില്ല, മല്ലിപ്പൊടി വേണ്ട. ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, പുളി പിഴിഞ്ഞ് കൊടുക്കാം. തക്കാളി ഇട്ടിട്ടില്ല, തക്കാളിയുടെ ഇപ്പോൾ അല്ല, കുറച്ച് കഴിഞ്ഞ് തക്കാളി ഇടും. ഭയങ്കര ചൂട്, അടുക്കളയിൽ നിൽക്കാൻ വയ്യ, വിയർപ്പ്. പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തു. നല്ലപോലെ തിളച്ചതിന് ശേഷം തിളച്ചിട്ട് നമുക്കിതൊക്കെ അങ്ങ് അടച്ചു വയ്ക്കാം.
മാറ്റി വയ്ക്കാം. നല്ല തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് നല്ല ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് പോരാ, ശകലം ഉപ്പിട്ട് കൊടുക്കുന്നു. അരപ്പ് തിളച്ച് വന്ന് തക്കാളി ഇട്ട് കൊടുക്കുന്നേ. അരപ്പ് നല്ലപോലെ തിളച്ച് ഇപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാനേ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. പൊടിച്ചതേ ഉള്ളൂ കുരുമുളക് പൊടി. അരപ്പ് നല്ലപോലെ തിളച്ച് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനേ. വെറും തലയും വാലും സൈഡിലെ കഷ്ണങ്ങളും മാത്രമേ ഉള്ളൂ. കഷ്ണങ്ങൾ ഞാൻ മീൻ വറുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര നെയ്യ് കണ്ടോ, നല്ല നെയ്യുള്ള മീൻ. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പോളോ ഫിഷ് എന്നാ. എന്താ എനിക്ക് അറിഞ്ഞൂടാ. അന്നേരം ഞാൻ ഓർത്ത് ഇതങ്ങ് തെലങ്കാന സ്റ്റൈലിലെ ഇതങ്ങ് വെക്കാമെന്ന്. പക്ഷെ തിളയ്ക്കുന്ന കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള കഷ്ണമാണ്. മീൻ തിളച്ച് വരുന്നുണ്ടോ? നല്ല ടേസ്റ്റ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ.